ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് കണ്ണിൻ്റെ എക്സസൈസ് കൂടി യോഗ ഫോർ ഐസ് എന്നുള്ളൊരു രീതിയിൽ നമുക്കൊന്ന് ചെയ്യാം. പിന്നെ അത് കൂടാതെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഒരു ഐ മസാജ് കൂടി പഠിപ്പിച്ചു തരാം. ഞാൻ ഡോക്ടർ അഖില വിനോദ്, നാച്ചുറോപ്പതി ഡോക്ടർ, യോഗ തെറാപ്പിസ്റ്റ്, NLP പ്രാക്ടീഷണർ, പാലാരിവട്ടം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. 5 ടെക്നിക്സാണ് ഈ കണ്ണിൻ്റെ യോഗയ്ക്ക് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ആദ്യത്തെ ടെക്നിക് എന്ന് പറയുന്നത് 20-20-20 റൂൾ. 20 ഫീറ്റ് അവേ 20 സെക്കൻഡ്സ് നേരം എവറി 20 മിനിറ്റ് ഗേസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് എല്ലാ 20 മിനിറ്റ്സിലും നിങ്ങൾ 20 ഫീറ്റ് അവേ ആയിട്ടുള്ള ഒരു ഫാർ ഒബ്ജക്റ്റിനെ നോക്കണം. അത് 20 സെക്കൻഡ്സ്. ഇപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പിൽ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളൊരു അലേർട്ട് വെക്കണം, ഒരു റിമൈൻഡർ വെക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോവുക. നമ്മൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ 20 അടി ഡിസ്റ്റൻസിൽ നമ്മളൊരു ചെറിയൊരു ഒബ്ജക്റ്റ്, മേ ബി എന്തെങ്കിലും ഒരു ചർച്ചോ മോസ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിന്റ്, നമ്മൾ ഷാർപ്പായിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ കണ്ണിലൂടെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ലോങ് അതായത് ഇത്രയും നേരം നമ്മൾ എന്താണ് വളരെ നിയർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ അടുപ്പിച്ചാണ് നിങ്ങൾ സ്ക്രീനുമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഇതുമായിട്ട് ഒത്തിരി അഡാപ്റ്റായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഡിസ്ട്രാക്ഷൻ ആവും ഈ 20 ഫീറ്റ് അവേ ഉള്ള ഒരു സാധനം നിങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ ഈ 20-20-20 റൂൾ. അതാണ് 20 സെക്കൻഡ് നേരം നിങ്ങൾ അതിനെ തന്നെ സ്റ്റെയർ ചെയ്തിട്ട് നിൽക്കുക. അതേപോലെ തന്നെ അടുത്ത 20 മിനിറ്റിൽ ഇത് റിപ്പീറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആദ്യത്തെ ടിപ്പ് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു തരുന്ന ഒരു സാധാരണ കാര്യമാണ് ഐ ബോൾ എക്സസൈസസ്. ഐ ബോൾ എക്സസൈസ് വേറെ ഒന്നുമില്ല. നമ്മൾ കണ്ണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ബൾജ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അതിന് പതുക്കെ കണ്ണിങ്ങനെ ടൈറ്റായിട്ടൊന്ന് അടയ്ക്കുക. അതിനെ തുറക്കുക. വീണ്ടും അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ. വീണ്ടും ഷട്ട് യുവർ ഐസ് ടൈറ്റ് ആൻഡ് ഓപ്പൺ. ഇനി നമ്മൾക്കിങ്ങനെ സർക്കിൾ രീതിയിൽ ഈ ഐസിനെ ഒന്ന് ചുറ്റിക്കുക. അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്. അപ്പ് റൈറ്റ് down and left, up, right, down, left. ഇനി തിരിച്ച് left, down, right and up, left, down, right and up, left, down, right and up. അതിനുശേഷം വീണ്ടും വളരെ സാവധാനം കുറച്ച് നേരം കണ്ണടച്ചതിന് ശേഷം പതുക്കെ കണ്ണ് തുറക്കുക. ഇതാണ് രണ്ടാമത്തെ ഐബോൾ എക്സസൈസ്. മൂന്നാമത്തെ, ഈ സ്ക്രീൻ ടൈം എഗെയിൻ ഒരു IT പ്രൊഫഷണൽസിനൊക്കെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറിൽ സ്റ്റെയർ ചെയ്യുന്ന, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ മൂന്നാമത്തെ ടിപ്പ്. അതെന്ന് പറയുന്നത് പാമിങ് ഓഫ് യുവർ ഹാൻഡ്സ്. നമ്മുടെ കണ്ണിൻ്റെ, ഇതാണ് ഞാൻ പറയുന്നത്, ഇത് നമ്മളുടെ ശരീരത്തിന് നമ്മൾ ശവാസനത്തിൽ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മുടെ കണ്ണിനെ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതാണ് ഈ പാമിങ് ഓഫ് ഹാൻഡ്സ്. അപ്പം നമ്മൾ കൈയുരുമി, ഇങ്ങനെ നന്നായിട്ട് കൈയുരുമി ചൂടുണ്ടാക്കുക. അതിനുശേഷം നമ്മളുടെ ഈ കണ്ണിങ്ങനെ അമർത്തരുത്. നമ്മുടെ കണ്ണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഓർഗനാണ്. അതിനെ ഒരിക്കലും വേദനിപ്പിക്കാതെ വളരെ പതുക്കെ മെല്ലെ ഇങ്ങനെ ഒരു കപ്പ് പോലെ വച്ച് ഈ ഒരു സ്പേസിൽ നിന്നുള്ള ഒരു ഹീറ്റ് എനർജി ഈ കണ്ണിൻ്റെ ഈ ഒരു പോളയിലേക്ക് നിങ്ങൾ പതുക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്യിപ്പിച്ച് പകർന്നു കൊടുക്കുക. ഇതും എല്ലാ 1 അവറിലും നിങ്ങളിങ്ങനെ പാമിങ് ചെയ്യണം. പാമിങ് ചെയ്യുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, പാമിങ് ആ ഒരു ഹീറ്റ് കൊണ്ട്, ഈ ഹീറ്റ് കണ്ണിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. സെയിം ടൈം
ഡാർക്ക് സ്പേസ്, അതായത് ഇത്രയും നേരം നിങ്ങൾ ബ്രൈറ്റ് ലൈറ്റിൽ ആണ്, ഇപ്പോൾ ബ്ലൂ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചാൽ പോലും നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈറ്റിലേക്ക് തന്നെ എക്സ്പോസ് ചെയ്യുവാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഡാർക്ക് സ്പേസ് നിങ്ങളുടെ കണ്ണ് വെച്ച് അടയ്ക്കുമ്പോൾ യു ഫീൽ സോ ഗുഡ്. നമുക്ക് ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പുമായിട്ട് വർക്ക് ചെയ്യുന്നവർ ഇത് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഇനി 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിയർ ഫാർ ഒബ്ജക്റ്റ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വിരലുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് എക്സസൈസ് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഒബ്ജക്ട്സ് തന്നെ വയ്ക്കാം. അതായത് വേണമെങ്കിൽ ഒരു മെഴുകുതിരി സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു യു ക്യാൻ ഈവൻ കീപ്പ് ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ ഫ്രണ്ടിൽ വയ്ക്കാം. എന്നിട്ട് ആ ആപ്പിളിനെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇത് ഞാൻ ഒരു നിയർ ഒബ്ജക്റ്റായിട്ട് എടുക്കുകയാണ്, ഈ തമ്പ്. ഇനി ഫാർ ഒബ്ജക്റ്റായിട്ട് എൻ്റെ ഈ മറ്റ് വിരൽ ഞാനിത് ഫാർ ഒബ്ജക്റ്റായിട്ട് എടുക്കുകയാണ്. ഈ ഫാർ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോക്കേസിലിരിക്കുന്ന ഒരു ഡോളിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെക്കോർ, നിങ്ങളുടെ ലിവിങ് റൂമിലുള്ളൊരു ഡെക്കോർ നിങ്ങൾക്ക് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഗേസ് ചെയ്യാം. അപ്പോൾ ഈ നിയർ ഒബ്ജക്റ്റ് കുറച്ച് നേരം ഗേസ് ചെയ്യുന്നു. ഫാർ, നിയർ, ഫാർ, നിയർ, ഫാർ, നിയർ, ഫാർ. എന്നിട്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടുക. നിയർ, ഫാർ, നിയർ, ഫാർ, നിയർ, ഫാർ, നിയർ, ഫാർ. ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാനിത് 2 എൻ്റെ തമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കാണിച്ചത്. നിങ്ങൾക്ക് 2 ശരിക്കുള്ള ഒബ്ജക്ട്സ് തന്നെ ഉപയോഗിച്ചത് ചെയ്യാം. അപ്പോൾ ഇതാണ് 4ാമത്തെ ടെക്നിക്ക്. ഇനി 5ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഐ മസാജ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ യോഗ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ കൈയൊക്കെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡംബൽസ് എടുക്കുന്നു, നമ്മുടെ ബൈസെപ്സ് സ്ട്രോങ് ആക്കുന്നു, ട്രൈസെപ്സ് സ്ട്രോങ് ആക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യും? അപ്പോൾ കണ്ണിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ ഈ മസിൽസിനെയൊക്കെ നമുക്കൊന്ന് ടൈറ്റൻ ചെയ്യുന്നത് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് പതുക്കെ നമ്മളിങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ പുരികം നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ നല്ല പ്രഷർ ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അറ്റത്ത് വന്നിട്ട് അവിടെ നല്ലപോലെ ഒരു പ്രഷർ, ഒരു സർക്കിൾ പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ നടുക്ക് വന്നിട്ട് ഇവിടെയും ഇതുപോലെ ഒന്ന് സർക്കിൾ മസാജ് കൊടുക്കുക. വീണ്ടും മുകളിൽ നിന്ന് ഈ അറ്റത്ത് ഐബ്രോസിൻ്റെ എൻഡിൽ പോയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉറക്കം കൂടി വരും. അപ്പോൾ ഇത് കണ്ണിൻ്റെ എക്സസൈസ് കൊണ്ട് 2 ഗുണം. ഒന്ന്, നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം വരും. അത് കൂടാതെ നിങ്ങൾക്ക് കണ്ണിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് യോഗ ഫോർ ഐസ്. ഇത് കൂടാതെ തന്നെ ഒത്തിരി ഐ എക്സസൈസ് ഉണ്ട്. അത് ഞാൻ വേറൊരു പാർട്ട് 2 നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു ടോപ്പിക്കുമായിട്ട് ഇനിയും കാണാം.